നമ്മൾ വായിച്ചത് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യമാണ്. സ്തോത്രം. ഞാനത് ഇംഗ്ലീഷിൽ കൂടെ വായിക്കുന്നു. Daniel chapter 7 verse 25. സ്തോത്രം. He will defy the Most High and oppress the holy people of the Most High. He will try to change their sacred festivals and laws, and they will be placed under his control for a time, times and half a time. സ്തോത്രം. ഒന്നുകൂടെ മലയാളത്തിൽ ഞാൻ വായിക്കുന്നു. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. സ്തോത്രം. ദാനിയേൽ പ്രവചനം നമ്മൾ പരിശോധിച്ചാൽ പ്രവാസകാലത്ത് ശുശ്രൂഷിച്ചതായ ഒരു പ്രവാചകനായിരുന്നു ദാനിയേൽ എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവചന പുസ്തകങ്ങളെ നമുക്ക് മൂന്നായി ഭാഗിക്കാം. പഴയ നിയമ പ്രവചനങ്ങൾ പ്രവാസത്തിൽ പോകുന്നതിന് മുൻപുള്ളതായ പ്രവചനങ്ങൾ, അത് ഏകദേശം 11 പ്രവചനങ്ങളുണ്ട്. പ്രവാസത്തിൽ ആയിരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള 2 പ്രവചന പുസ്തകങ്ങളുണ്ട്. അത് 2 എണ്ണമാണ്. അത് ഒന്ന് ദാനിയേലും വേറൊന്ന് എസെക്കിയേലിന്റെയും പ്രവചനങ്ങളാണ്. പ്രവാസത്തിന് ശേഷമുള്ളത് 3 പുസ്തകങ്ങളാണ്. ഇങ്ങനെ പ്രവചനങ്ങളെ നമുക്ക് വേർതിരിക്കുവാൻ കഴിയും. വേദപുസ്തകത്തിലെ 5-ൽ 3 ഭാഗവും പ്രവചനങ്ങൾ. അനേക പ്രവചനങ്ങൾ നിവൃത്തിയായിട്ടുണ്ട്. നിവൃത്തിയായ പ്രവചനങ്ങളെല്ലാം ദൈവവചനത്തിന്റെ ആധികാരികതയെ ഉറപ്പിക്കുന്നതാണ്. തുടർന്നുള്ള പ്രവചന ഭാഗങ്ങളും നിവൃത്തിയാകും എന്ന് അത് നമുക്ക് ഉറപ്പ് തരികയാണ്. ഇതിൽ യഹൂദനെ കുറിച്ച് ധാരാളം പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജാതികളെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. സഭയെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. പ്രാപഞ്ചികമായ സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ പ്രവചനങ്ങളുണ്ട്. ബൈബിൾ പ്രവചനങ്ങളൊന്നും തന്നെ മനുഷ്യരുടെ ബുദ്ധിയിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബാബിലോന്യ പ്രവാസത്തെ കുറിച്ച് ദൈവവചനത്തിൽ നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുന്നറിയിപ്പ് നൽകിയതാണ് പ്രവാചകന്മാരായ യിരെമ്യാവിൽ കൂടെ. യിരെമ്യാവ് 25:11-12, യെശയ്യാവ് 39:6-8 വരെയുള്ള ഭാഗങ്ങളിൽ ഒക്കെ ഈ ബാബിലോന്യ പ്രവാസത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 പ്രാവശ്യമായിട്ടാണ് ബാബിലോണിലേക്ക് യഹൂദന്മാരെ പ്രവാസികളായി കൊണ്ടുപോയത്. ഒന്ന് BC 606-ൽ യഹോയാക്കീമിന്റെ കാലത്താണ്. മറ്റൊന്ന് BC 598-ൽ യഹോയാക്കീൻ എന്ന് പറയുന്ന രാജാവിന്റെ കാലത്താണ്. വേറൊന്ന് BC 587-ൽ സിദെക്കിയാവിന്റെ കാലത്താണ്. ഈ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ആ വാണിംഗിൽ അവർ പലതും സ്വീകരിച്ചില്ല. യഹോയാക്കീമിന്റെ കാലത്ത് പ്രവാസത്തിലേക്ക് പോകുവാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ യിരെമ്യാ പ്രവചനം 36:22-ലാണ് വായിക്കുന്നത്. ദൈവമായ കർത്താവ് പ്രവാചകനായ യിരെമ്യാവിലൂടെ ജനത്തോടൊരു സന്ദേശം അറിയിച്ചു. ആ സന്ദേശം ബാരൂക്ക് എന്ന് പറയുന്ന എഴുത്തുകാരനെ കൊണ്ട് എഴുതിച്ച് ഇത് ജനത്തിന് കൊടുക്കുവാൻ ദൈവാത്മാവ് പ്രേരിപ്പിച്ചു. ആ പ്രവാചക വാക്യങ്ങൾ രാജാവിന്റെ അരികിൽ എത്തിയപ്പോൾ രാജാവ് അതിനെ വളരെ നിരസിച്ച്, അദ്ദേഹം ഈ വിന്റർ സമയത്ത് നെരിപ്പോട് ഫയർ പ്ലേസിൽ ഇരുന്ന് ചൂട് കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം അദ്ദേഹം കത്രി കൊണ്ട് കത്തിച്ച് ആ തീക്കകത്ത് കത്തിച്ചു. ദൈവത്തിന്റെ വചനത്തെ അദ്ദേഹം നിന്ദിച്ചു കളഞ്ഞു. അതുകൊണ്ട് ദൈവവചനം നഷ്ടമായില്ല.
ദൈവാത്മാവ് പ്രവാചകനോട് പറഞ്ഞു, വേറൊരു ചുരുളിൽ എഴുതാൻ പറഞ്ഞു. ദൈവം വീണ്ടും അത് പറഞ്ഞു കൊടുത്തു. ആരെല്ലാം ദൈവവചനം നശിപ്പിക്കാൻ നോക്കിയാലും ദൈവവചനത്തെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനമാണ്. എന്നാൽ സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. 106-ാം സങ്കീർത്തനം, ആ വാക്യം നമുക്ക് വായിക്കാം. 107-ാം സങ്കീർത്തനം 10 മുതലുള്ള ചില വാക്യങ്ങളാണ്. സങ്കീർത്തനം 107-ന്റെ ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതമായ ആലോചന നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലിരുന്നു. അനിഷ്ടതയാലും ഇരുമ്പു ചെങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ അവരുടെ ഹൃദയത്തെ അവൻ കർഷത കൊണ്ട് താഴ്ത്തി. അവർ ഇടറി വീണു, സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മതി, സമയക്കുറവുകൊണ്ട് അത്രേ വായിക്കുന്നുള്ളൂ. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്താൽ ഇരുളിലും അന്ധതമസിലും ഇരിക്കേണ്ടി വരും. അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെടും എന്ന് നമ്മൾ ദൈവത്തിൽ വായിക്കുന്നു. പിശാച് മനുഷ്യരെ ബന്ധിക്കുന്നത് നമുക്കറിയാം. എന്നാൽ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുകയാണ്, ദൈവ വചനത്തെ നിരസിക്കുകയും അതിനോട് മത്സരിക്കുകയും ചെയ്യുന്നവര് അരിഷ്ടതയിലും കഷ്ടതയിലും ഇരിക്കേണ്ടി വരും. അവരെ ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെടുവാനിടയാകും എന്നാണ് ദൈവത്തിന് വായിക്കുന്നത്. കാര്യം ദൈവവചനം നമ്മോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. അത് നമ്മൾ ഗ്രഹിക്കണം, അത് നമ്മൾ ഏറ്റെടുക്കണം. അതുകൊണ്ട് നമ്മൾ അതിനെ നാളുകളായിട്ട് ഇതെല്ലാം നമ്മൾക്ക് പരിചയമാകുന്നത് കൊണ്ട് നമ്മളതിനെ നിരസിക്കുവാൻ പാടില്ല, പുച്ഛമായി കാണുവാൻ പാടില്ല. ദേവദാസൻ ഇവിടെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞല്ലോ. രാത്രിയിൽ അല്ലെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് കൃത്യമായി പ്രാർത്ഥിക്കുന്ന ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ദൈവം there is no face respectation for God. ദൈവത്തിന് മുഖവിഷമില്ല. but he respect principles. നമ്മൾ ദൈവവചനത്തിലെ പ്രിൻസിപ്പിൾസിനെ ബഹുമാനിക്കുന്നെങ്കിൽ ദൈവം അത് ബഹുമാനിക്കും. അതുപോലെ തന്നെയാണ് ദൈവവചനത്തിന്റെ കാര്യം. ദൈവവചനം നമ്മൾ കൃത്യമായി ശോധന ചെയ്യുന്നവരാണെങ്കിൽ, അത് പഠിക്കുന്നവരാണെങ്കിൽ അതിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മൾ ടിവിയിലൂടെ പ്രസംഗങ്ങൾ കേൾക്കുന്നത് നല്ലതാണ്, റേഡിയോയിലൂടെ മെസ്സേജുകൾ ഇന്റർനെറ്റിലൂടെ കേൾക്കുന്നത് നല്ലതാണ്. എന്നാൽ നമുക്ക് ഒരു അല്പസമയം ദൈവവചനവുമായി ഇരുന്ന് ഒന്ന് ധ്യാനിക്കുവാൻ കഴിയുന്നെങ്കിൽ അത് അത്യാവശ്യമാണ്, ശ്രേഷ്ഠമാണ്. അതിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ആ രാജാവ് യഹോയാക്കീം രാജാവ് ദൈവവചനത്തെ നിന്ദിച്ചതുകൊണ്ട് ദൈവം അദ്ദേഹത്തെ ബന്ധനത്തിനായി ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. സ്തോത്രം. നമ്മൾ ദാനിയേലിനെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ദാനിയേൽ പ്രവാസത്തിലേക്ക് പോയത് നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിനെ ആക്രമിക്കുവാൻ വന്ന ആദ്യത്തെ ആ വരവിൽ തന്നെ ദാനിയേലും പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹം വളരെ ഒരു ടീനേജർ ആയിരുന്നു, ഒരു 17 years മറ്റോ കാണുമായിരിക്കും, അത്രേ ഉള്ളൂ. ആ ടീനേജർ ആയിരുന്ന ദാനിയേലിന് ഭയങ്കര ദുഃഖകരമായ കാര്യങ്ങളാണ് കാണേണ്ടി വന്നത്. തന്റെ രാജാവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടു പോകുന്നു, തന്റെ ദേവാലയം നശിപ്പിക്കപ്പെടുന്നു, തന്റെ പ്രിയപ്പെട്ടവരെ പലരെയും കൊന്നുകളയുന്നു. ദാനിയേലിന്റെ പേരൻസിനും എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ദാനിയേലിനെ അവർ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുവാൻ കാരണം ദാനിയേൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടല്ല. ദാനിയേൽ ദൈവവചനം നിരസിക്കുകയോ വചനത്തോട് മത്സരിക്കുകയോ ചെയ്തിട്ടല്ല അദ്ദേഹം പ്രവാസത്തിലേക്ക് പോയതെന്ന് നമുക്കറിയാം. കാര്യം പ്രവാസത്തിൽ പോകുമ്പോൾ പലതും കൊണ്ടുപോകാൻ പറ്റത്തില്ല.
പക്ഷെ ദാനിയേല് ഒരു കാര്യം ഇട്ടുകൊണ്ടുപോയി, യിരെമ്യാവിന്റെ ചുരുളിൽ കൂടെയാണ് താൻ കൊണ്ടുപോയത്. അപ്പൊ അത്രമാത്രം ദൈവത്തിന്റെ വചനത്തെ അദ്ദേഹം സ്നേഹിക്കുന്നയാളാന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രവാസത്തിലായിരുന്നപ്പോ പോലും രാജാവ് കൊടുത്ത വിഗ്രഹാർപ്പിതമായ ഭക്ഷണമോ യഹൂദിന് യോഗ്യമല്ലാത്ത വീഞ്ഞോ കുടിച്ച് അശുദ്ധമാക്കത്തില്ലെന്ന് തീരുമാനമെടുത്ത ഒരു വ്യക്തിയാണ് ദാനിയേൽ. അപ്പൊ പ്രവാസത്തിൽ പോലും തന്നെ കാണാൻ പേരൻസ് ആരുമില്ല, ശാസിക്കാൻ ഉപദേശിമാരാരുമില്ല, പുരോഹിതന്മാരാരുമില്ല. എന്നാലും താൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു, ഞാൻ എന്നെ തന്നെ വിശുദ്ധനായി സൂക്ഷിക്കും. അത് വലിയൊരു തീരുമാനമാണ്. അത്ര വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എസെക്കിയേലും പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹവും ഒരു തെറ്റും ചെയ്ത ആളല്ല. അപ്പം എല്ലാ തെറ്റുകളും എല്ലാ കഷ്ടതകളും ദൈവം വരുത്തുന്നത് തെറ്റുകളുടെ അടിസ്ഥാനത്തിലാണ്, ശിക്ഷയാണെന്ന് നമുക്ക് വിധിക്കാൻ പറ്റത്തില്ല. എന്തിനാണ് ഇവരെ കൊണ്ടുപോയത്? ഒരുപക്ഷെ ആ പ്രവാസത്തിലേക്ക് പോയവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആഗ്രഹം ആരും നഷ്ടപ്പെട്ടു പോകരുതെന്നാണല്ലോ. സുവിശേഷ വിരോധികൾ പോലും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതിനാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. അപ്പോ ദൈവത്തിന്റെ ആഗ്രഹം ആ പ്രവാസത്തിലേക്ക് പോയാൽ അവര് പലരും വചനം അനുസരിക്കാത്തവരും വചനത്തോട് മത്സരിക്കുന്നവരുമാണ്. എന്നാലും എനിക്ക് അവരെ രക്ഷിക്കണം, എനിക്ക് അവരെ മടക്കി വരുത്തണം. പ്രവാസത്തിലേക്ക് വിട്ടത് അവരെ നശിപ്പിക്കാനല്ല, അവരെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് അവരുടെ ഇതിൽ ശുശ്രൂഷിക്കാൻ ഒരാൾ വേണം. അതിനുവേണ്ടിയാണ് ദാനിയേലിനെയും എസെക്കിയേലിനെയും ആ പ്രവാസത്തിലേക്ക് അയച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വായിച്ച 7-ാം അധ്യായത്തിലെ ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ചിട്ട് അതെല്ലാം ഒന്നും പറയുവാൻ ഇന്ന് ഞാൻ സമയമെടുക്കുന്നില്ല. ഞാൻ അതിന്റെ സമയത്തിന്റെ ആ പരിധിയിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് നമുക്കിന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഈ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 1 മുതൽ നമ്മൾ വായിച്ചാൽ അവിടെ കാണുവാൻ കഴിയുന്നത് ഒരു സ്വപ്നമാണ്. ബാബേൽ രാജാവായ ബെൽശസ്സറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം. ഈ ദാനിയേൽ പ്രവചനത്തിൽ പല സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യർ ഉറങ്ങുമ്പോൾ അവർക്ക് ഗാഢനിദ്ര വരുമ്പോൾ ദൈവം അവരോട് സ്വപ്നത്തിലൂടെ സംസാരിക്കുന്നു. പഴയ നിയമത്തിൽ പലരോടും സ്വപ്നത്തിലൂടെ ദൈവം ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ ഈ പുതിയ നിയമത്തിൽ ദൈവം കൂടുതലും ഇടപെടുന്നത് സ്വപ്നത്തിലൂടെയൊന്നുമല്ല, ദൈവ വചനത്തിലൂടെയാണ്. സ്വപ്നത്തിലൂടെയും ദൈവം ഇടപെട്ടെന്നിരിക്കാം, പക്ഷെ എല്ലാ സ്വപ്നങ്ങളും ഒന്നും ദൈവാലോചനയാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കരുത്. അത് നമ്മൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശോധന ചെയ്തിട്ട് മാത്രമേ ഏറ്റെടുക്കാവുള്ളൂ. കാര്യം ഈ പുതിയ നിയമത്തിൽ ദൈവം മനുഷ്യരോട് ഇടപെടുന്നത് ദൈവവചനത്തിലൂടെയും ദൈവാത്മാവിലൂടെയാണ് എന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒരു സ്വപ്നം കണ്ടു. അത് രാജാവാണ് സ്വപ്നം കണ്ടത്. നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നവും 7-ാം അധ്യായത്തിൽ ദാനിയേൽ കണ്ട സ്വപ്നവും അർത്ഥാൽ ഒന്ന് തന്നെയാണ്. ലോക സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള ഒരു ആലോചനയാണ് രണ്ട് സ്വപ്നങ്ങളിലും കാണുന്നത്. നെബൂഖദ്നേസർ രാജാവ് തന്റെ പള്ളിമെത്തയിൽ വിശ്രമിക്കുമ്പോൾ തന്റെ രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് താൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കിടന്നു. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള സ്വപ്നമാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹം കാണുമ്പോൾ വളരെ വിലയേറിയ മെറ്റൽസ്, സ്വർണ്ണം കൊണ്ടുള്ളതായ തലയുള്ളതായ ഒരു വിഗ്രഹം, ഒരു ഇമേജ്, തങ്കം, വെള്ളി, താമ്രം, ഇരുമ്പ്, കളിമണ്ണ് ഇങ്ങനെയുള്ളതായ വസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ ഇമേജ് ആണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹത്തിന് അത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പോലും അവിടെയുള്ള ആളുകൾക്കൊന്നും കഴിഞ്ഞില്ല. ദാനിയേലിനെ കൊണ്ടാണ് ദൈവം അത് ചെയ്യിച്ചത്. അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഇത് രാജാവെ ഈ വരുവാൻ പോകുന്ന 4 സാമ്രാജ്യങ്ങളെ കുറിച്ചാണ്. അതേ കാര്യം തന്നെ 7-ാം അധ്യായത്തിൽ ദാനിയേൽ കാണുകയാണ്. ദാനിയേൽ അദ്ദേഹം അത് എഴുതി വെച്ചു. ദർശനത്തിൽ ഞാൻ കണ്ടത്
ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. അപ്പൊ ഈ ദാനിയേൽ കണ്ടത് സമുദ്രത്തിൽ നിന്നും 4 മൃഗങ്ങൾ കയറി വരുന്നതായിട്ടാണ്. സിംഹം, കരടി, പുള്ളിപ്പുലി, ഘോരമൃഗം. അപ്പോൾ ദാനിയേലിന് ലോക സാമ്രാജ്യങ്ങളെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. നെബൂഖദ്നേസറിനും ലോക സാമ്രാജ്യങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോസ്തലനായ യോഹന്നാന് ദൈവം സഭയെ കുറിച്ചുള്ള ഭാവി വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് വെളിപ്പാട് പുസ്തകം. ഈ ലോക മനുഷ്യരും ദൈവ മനുഷ്യരും ലോക സാമ്രാജ്യങ്ങളെ, ലോകത്തിലുള്ള കാര്യങ്ങളെ കാണുന്നത് എങ്ങനെയാണെന്ന്, വീക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിൽ നമുക്ക് കാണുവാൻ കഴിയും. നെബൂഖദ്നേസർ രാജാവ് തങ്കം, താമ്രം, വെള്ളി, ഇരുമ്പെന്ന് പറഞ്ഞ വലിയ പ്രഷ്യസ് ആയിട്ട് വലിയതായിട്ട് കാണുമ്പോൾ ഒരു ഭക്തൻ കാണുന്നത് ആ രാജ്യത്തിന്റെ ഉള്ളിലിരിപ്പാണ്, അതിന്റെ സ്വഭാവമാണ് ഒരു ഭക്തൻ കാണുന്നത്. സിംഹം, കരടി, പുള്ളിപ്പുലി, ഘോരമൃഗം, ഇങ്ങനെയുള്ള ആ മൃഗങ്ങളുടെ സ്വഭാവമാണ് അവര് ചെയ്യുവാൻ പോകുന്നതെന്ന് ദാനിയേലിന് മനസ്സിലായി. ഒടുവിൽ ഈ സ്വപ്നം അദ്ദേഹം കണ്ടപ്പോൾ താനങ്ങ് പരവശനായിപ്പോയി. ഈ ഘോര മൃഗങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കണ്ടതല്ലോ, എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോ അദ്ദേഹത്തിന് അർത്ഥം പറഞ്ഞു കൊടുത്തത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദാനിയേലേ, നീ കണ്ടതായ ഈ സ്വപ്നമുണ്ടല്ലോ, അത് ലോകത്തിൽ വരുവാൻ പോകുന്ന 4 സാമ്രാജ്യങ്ങളെ കുറിച്ചാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അത് വിവരിച്ചു കൊടുത്തു. ഒടുവിൽ അദ്ദേഹത്തോട് പറഞ്ഞത്, ഒടുവിൽ ഒരു കാര്യം സംഭവിക്കും. 2-ാം അധ്യായത്തിലെ സ്വപ്നത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യം സ്ഥാപിക്കും. അതിന് അവസാനം ഉണ്ടാകത്തില്ല. ഈ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ കൂടുതലും നിറവേറി കഴിഞ്ഞു. ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീസ്, റോം എന്നീ 4 സാമ്രാജ്യങ്ങളും അത് വന്നു, നിലനിന്നു. അതിൻ്റെതായ വലിയ പ്രതാപത്തിൽ അവര് ഭരണങ്ങളൊക്കെ നടത്തി. അവരെല്ലാം അവസാനിച്ചു. എന്നാൽ ഒടുവിലത്തെ സാമ്രാജ്യത്തിന് ഒരു നിവൃത്തി കൂടെയുണ്ട്. അത് വീണ്ടും സ്ഥാപിതമാക്കുകയും അതിന്റെ ഒടുവിൽ 10 കൊമ്പ്, 10 തല, ഇങ്ങനെയൊക്കെയുള്ള ആ പ്രവചന ഭാഗം പറഞ്ഞിരിക്കുന്നത് പോലെ അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 രാജാക്കന്മാരാണ്. അതിനുശേഷം വേറൊരു രാജാവ് എഴുന്നേൽക്കും. അവൻ 3 കൊമ്പിനെ തകർത്തതുപോലെ 3 പേരെ പരാജയപ്പെടുത്തിയിട്ട് ഭരണം ഏറ്റെടുക്കും. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തതായ ഒരു കാര്യം, വമ്പ് പറയുന്ന ഒരു രാജാവ് എഴുന്നേൽക്കും. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. 8-ാം വാക്യം. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 പേരോടെ പറഞ്ഞുപോയി. ഈ കൊമ്പുകളിൽ മനുഷ്യന്റെ കണ്ടുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടിരമവും പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുൻപാകെ നിന്നു. ന്യായവിസ്താര സഭയിരുന്നു. പുസ്തകങ്ങൾ തുറന്നു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദ നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടേയിരുന്നു. സ്തോത്രം. അപ്പൊ ഈ ഒടുവിൽ ഒരു രാജാവ്, വമ്പും ദൂഷണവും പറയുന്ന ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ ഈ ലോകത്തെ എപ്രകാരം ഭരിക്കും, അവന്റെ ഭരണം എപ്രകാരമായിരിക്കും എന്നാണ് താഴോട്ട് വായിക്കുന്നത്. 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, അതിന്റെ തലയിലുള്ള 10 കൊമ്പുകളെ കുറിച്ചും മുളച്ചു വന്നതും 3 കൊമ്പ് വീഴ്ചതും
കണ്ണ് വമ്പ് പറയുന്നതും വായുമുള്ളതായ കൂട്ടുകൊമ്പുകളെക്കാൾ കാഴ്ചയിൽ വണ്ണമേറിയതുമായ മറ്റേ കൊമ്പിനെ കുറിച്ചുള്ള വിവരം ഞാൻ അറിയാൻ ഇച്ഛിച്ചു. വയോധികനായവൻ വന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞതോ, നാലാമത്തെ മൃഗം ഭൂമിയിൽ നാലാമതായി ഉത്ഭവിക്കാനുള്ള രാജ്യം തന്നെ. അത് സകല രാജ്യങ്ങളിൽ വെച്ച് വ്യത്യാസമുള്ളതായി സർവഭൂമിയെയും തിന്ന് ചവിട്ടിക്കളയുകയും ഈ രാജ്യത്തിൽ നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുമ്പിലത്തവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച കളയും. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും ചെയ്യും. സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദാനിയേലിന് ഈ സ്വപ്നത്തിന്റെ അർത്ഥം വിവരിച്ചു കൊടുത്തു. ഒടുവിൽ എതിർ ക്രിസ്തു എന്ന ഒരു രാജാവ് ലോകത്തെ ഭരിക്കും. അവന്റെ ഭരണം അവൻ അത്യുന്നതനായവന് വിരോധമായി സംസാരിക്കും. അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ അവൻ ഒടുക്കിക്കളയുമെന്ന് ഇവിടെ നമ്മൾ വായിക്കുന്നു. ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷനൊക്കെ നമ്മൾ വായിച്ചാൽ he will oppress God's saints. He will make them weary. അവരെ നിരാശിതരാക്കും, അവരെ ദുഃഖിതരാക്കും, അവർക്കെതിരായി സംസാരിക്കും എന്ന് ഒക്കെയാണ് നമുക്ക് അവിടെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവവചനം നമ്മൾ പരിശോധിച്ചാൽ എതിർ ക്രിസ്തു അവസാനത്തിൽ വരും. ദൈവസഭയിൽ നിന്നും എടുക്കപ്പെട്ടതിന് ശേഷം 7 വർഷം ഇവിടെ എതിർ ക്രിസ്തുവിന്റെ ഭരണമായിരിക്കും എന്ന് വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അപ്പോസ്തലനായ യോഹന്നാൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, കുഞ്ഞുങ്ങളെ, എതിർ ക്രിസ്തുക്കൾ ഇപ്പോഴേ ലോകത്തിലുണ്ട്. നാം ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ ഈ എതിർ ക്രിസ്തുവിന്റെ വ്യാപാരം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധന്മാരെ ക്ഷീണിപ്പിക്കുവാൻ, നിരാശപ്പെടുത്തുവാൻ അവൻ ഇന്നും പ്രവർത്തിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഇവിടെ ഈ വചനത്തിലൂടെ ഓർപ്പിക്കുകയാണ്, അവൻ കാലങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കും. ദൈവത്തിന്റെ വചനത്തിലൂടെ നാം പരിശോധിച്ചാൽ ഇന്നും ഈ സാത്താന്യ ശക്തികൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്തിനു വേണ്ടി? ദൈവമക്കളുടെ വിഷയങ്ങൾക്ക്, പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുക്കാതെ താമസിപ്പിച്ച് അവരെ ഒപ്രസ് ചെയ്യുവാൻ, അവരെ നിരാശപ്പെടുത്തുവാൻ, അവരെ ക്ഷീണിപ്പിക്കുവാനായിട്ട് ഇന്നും ഈ ദുഷ്ടശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ദാനിയേലിന് മനസ്സിലായി, ബാബിലോണും മേദ്യപേർഷ്യയും റോമും ഗ്രീസും എല്ലാ ലോക സാമ്രാജ്യങ്ങളും വരും, അതിന്റെ പ്രതാപത്തിൽ ഭരണങ്ങൾ നടത്തും. എന്നാൽ അവരെല്ലാം നശിച്ചു പോകും. നശിച്ചു പോകാത്ത ഒന്നുണ്ട്, അത് ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ രാജ്യമാണ്. ആ എന്നേക്കും നിലനിൽക്കുന്ന ദൈവ രാജ്യത്തിന്റെ പ്രത്യാശയോടുകൂടെയാണ് ദാനിയേലും യെസക്കിയേലും ഒക്കെ ജീവിച്ചത്. ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഈ സാത്താന്യ ശക്തികൾ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം അയച്ചുവെങ്കിലും അത് അവിടെ അടുത്തു വരാതെ വണ്ണം തടസ്സപ്പെടുത്തിയതുപോലെ കാലങ്ങളെ മാറ്റുന്നു, നിയമങ്ങളെ മാറ്റുന്നു എന്ന് വചനത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ വിഷയങ്ങൾക്കും മറുപടി താമസിപ്പിച്ച് തടഞ്ഞ് നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നാം ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? നമുക്ക് നിരാശ വരും, നമ്മെ ക്ഷീണിപ്പിക്കും. നമ്മൾ പ്രാർത്ഥന തന്നെ ചിലപ്പോൾ നിർത്തിയെന്നിരിക്കും. എത്ര നാൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഒരു മറുപടി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥന തന്നെ നിർത്തിയെന്നിരിക്കും. ചിലപ്പോൾ അതിന് മറുപടി താമസിക്കുന്നത് കാണുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടിട്ട് നമ്മളുടെ ജഡം കൊണ്ട് നമ്മൾ അതിനെ പ്രതികരിക്കാനായിട്ട് നോക്കും. എന്ന് പറഞ്ഞ് നമ്മൾ ജഡം കൊണ്ട് പ്രതികരിക്കുവാൻ നോക്കും. ഇതെല്ലാം ആരുടെ പണിയാണ്? ഇതാ അവന്റെ ജോലി. ആ പൈശാചിക ശക്തികൾ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്.
ആ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് തന്റെ വിശുദ്ധന്മാരെ എങ്ങനെങ്കിലും ഒപ്രസ് ചെയ്യണം, നശിപ്പിക്കണം, അവരെ ഇല്ലാതാക്കണം, അവരെ ക്ഷീണിപ്പിക്കണം. അങ്ങനെ ക്ഷീണിപ്പിക്കുമ്പോൾ ഒന്നുകിൽ അവര് പ്രാർത്ഥന നിർത്തും, ഇല്ലെങ്കിൽ അവര് നിരാശപ്പെടും, ഇല്ലായെങ്കിൽ അവര് അവരുടെ ജഡം കൊണ്ട് അതിന് പകരമായി പ്രവർത്തിക്കുവാൻ നോക്കും. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഇത് ആ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ്. അവൻ എത്ര വമ്പ് പറഞ്ഞാലും ഒരു കാലഘട്ടത്തിലേക്ക് വിശുദ്ധന്മാരെ ജയിക്കുവാൻ ദൈവം തന്നെ അനുവദിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. വിശുദ്ധന്മാരോട് ജയിക്കുവാൻ ദൈവം തന്നെ ഒരു സമയത്തേക്ക് അവനെ അനുവദിച്ചു കൊടുക്കുന്നത്. എന്തിനാണ് ദൈവം അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നത്? ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ കുറച്ചുകൂടെ വിശുദ്ധരാക്കുവാനും ഒന്നുകൂടെ നമ്മെ വിശ്വാസത്തിൽ ശക്തരാക്കുവാനും ദൈവം തന്നെ അല്പസമയത്തേക്ക് അനുവദിച്ചു കൊടുക്കുന്നതായിരിക്കാം. പിശാച് എത്ര ശക്തനെന്ന് തോന്നിയാലും, അവൻ എത്ര വമ്പ് പറഞ്ഞ് നമ്മെ ക്ഷീണിപ്പിക്കുവാൻ നോക്കിയാലും ഒരു സമയം വരെയുള്ളൂ. ദാനിയേൽ നോക്കിക്കൊണ്ടിരുന്നു, എന്താ സംഭവിക്കാൻ പോകുന്നത്? അദ്ദേഹം നോക്കിയപ്പോൾ വയോധികനായ ഒരുത്തൻ വരുന്നു. അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവന്റെ അരികിലേക്ക് ദൈവപുത്രനോട് സമരായവൻ വരുന്നു. സ്തോത്രം. അവന് സിംഹാസനങ്ങളെ വെച്ചു. അവര് ന്യായവിധി നടത്തി, ന്യായവിസ്താര സഭയിരുന്നു. ന്യായവിധി നടത്തി ഈ വമ്പും ദൂഷണവും പറയുന്ന മൃഗത്തെ കൊന്നു, ഇല്ലാതാക്കി. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ പൈശാചിക ശക്തികൾ എത്രമാത്രം പ്രവർത്തിച്ചാലും, എത്ര ജയിച്ചു എന്ന് തോന്നിയാലും, നമ്മുടെ കർത്താവാണ് സിംഹാസനത്തിൽ ഇരിക്കുവാൻ പോകുന്നത്. പുരാതനനായവൻ സിംഹാസനത്തിലുണ്ട്. അവൻ ഇന്നും എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും വിഷയങ്ങൾക്ക് നമ്മൾ നമ്മുടെ കുടുംബ ജീവിതത്തിനായി, നമ്മുടെ തലമുറകൾക്കായി, നമ്മുടെ ചില പ്രത്യേക ജോലികൾ സംബന്ധമായ വിഷയങ്ങൾക്കായി പലതിനും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. അതിന്റെ മറുപടി നമുക്ക് തക്ക സമയത്ത് ലഭിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മൾ ഓർക്കണം, താമസിച്ചാലും നമ്മുടെ ദൈവം പ്രവർത്തിക്കാതിരിക്കത്തില്ല. അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കും. അവൻ പുരാതനനായ ദൈവമാണ്. അവൻ വാക്കുമാറാത്ത ദൈവമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. നോക്കണം, ജോസഫ് ഒരു സ്വപ്നം കണ്ടു, ഒരു ദർശനം കണ്ടു. ജോസഫിന്റെ ആ സ്വപ്നം പോലെ, ആ ദർശനം പോലെ ആ കാര്യമൊന്നും നിവർത്തിയാകുവാൻ എന്ത് സമയമെടുത്തു? നമ്മുടെയൊക്കെ ആഗ്രഹം വിഷയങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കിട്ടണമെന്നാണ്. അദ്ദേഹം സ്വന്തം സഹോദരങ്ങളാൽ തള്ളപ്പെട്ടു, വിൽക്കപ്പെട്ടു, തന്നെ കുറിച്ച് അപവാദം പറഞ്ഞു, തന്നെ കാരാഗ്രഹത്തിൽ അടച്ചു. ഇതെല്ലാം താൻ സഹിച്ചു. അദ്ദേഹം പോലും വിചാരിച്ചു കാണത്തില്ല ഇതിന്റെ അവസാനത്തെ റിസൾട്ട്, ഔട്ട്കം എന്തായിരിക്കുമെന്ന് ജോസഫ് പോലും മനസ്സിലാക്കി കാണത്തില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വപ്നം നിവൃത്തിയായി. അദ്ദേഹത്തെ ദൈവം മാനിച്ചു, തന്നെ സിംഹാസനത്തിൽ തന്നെ ഇരുത്തി എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകും. ചിലപ്പോൾ കാലങ്ങളെ മാറ്റുവാൻ ശ്രമിക്കുന്നത് പോലെ നമ്മുടെ വിഷയങ്ങൾക്ക് അവൻ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അവൻ കാലങ്ങളെ മാറ്റി നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് മറുപടി ലഭിച്ചില്ലെന്ന് വന്നേക്കാം. ചിലപ്പോൾ അവൻ നിയമങ്ങളെ മാറ്റും. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് വിരോധമായിട്ട്, ദൈവമക്കളുടെ നിയമം ദൈവവചനമാണല്ലോ, ഈ പ്രമാണത്തിനെതിരായിട്ട് അവൻ ആലോചനകളുമായിട്ടൊക്കെ കടന്നു വരും. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ അതാണ് സംഭവിക്കുന്നത്. സ്തോത്രം. എന്നാൽ നമ്മുടെ ദൈവം അവൻ മൗനമായിരിക്കുകയില്ല. ആ തക്ക സമയത്ത് വയോധികനായവൻ ഇരുന്ന് ആകാശമേഘങ്ങളെ വാഹനമാക്കി വന്ന് സിംഹാസനങ്ങൾ വെച്ച് ഈ വമ്പും ദൂഷണവും പറയുന്ന ആ മൃഗത്തെ ന്യായം വിധിച്ച് കൊന്ന് നശിപ്പിച്ചതുപോലെ നമുക്കെതിരായി പ്രവർത്തിക്കുന്ന, വിശുദ്ധന്മാർക്കെതിരായി പ്രവർത്തിക്കുന്ന സാത്താന്യ ശക്തിയുടെ മേൽ നമ്മുടെ കർത്താവ് ജയം തരും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവൻ മറുപടി നൽകും. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്വം ക്ഷീണിപ്പിക്കുവാൻ നോക്കുന്നത് കർത്താവാണ്, പിശാചാണ്. ആ കർത്താവിനോട് പ്രാർത്ഥിക്കാതിരിക്കുവാൻ അവൻ നമ്മെ ക്ഷീണിപ്പിക്കുവാൻ നോക്കുമ്പോൾ കർത്താവ് പറഞ്ഞില്ലേ, മടുത്തു പോകരുത്. നമ്മൾ മുമ്പേ കേട്ടതുപോലെ പ്രാർത്ഥിച്ചാൽ, കൃത്യമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ മടുത്തു പോകാതിരിക്കും. മടുത്തു പോകാതിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം?
പ്രാർത്ഥിക്കണം. സ്തോത്രം. പക്ഷെ നമ്മൾ മലയാളത്തിൽ വായിക്കുന്നുണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അത് ശരിയാണ്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തു പോകരുത്. എന്നാൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മടുത്തു പോകത്തില്ല. പലർക്കും വിശ്വാസ ജീവിതം ഒന്നും മടുപ്പാണ്. കാര്യം അവർ മടുത്തുപോയി. അവരുടെ വിഷയങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്നത് പോലെ മറുപടി ലഭിക്കുന്നില്ല. സമയങ്ങൾ ഡിലേ ആകുന്നു. അതിന്റെ കാരണം അവർ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്. പ്രാർത്ഥിക്കുന്നവർ മടുത്തു പോകത്തില്ല. സ്തോത്രം. നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. എന്റെ ദൈവം പ്രവർത്തിക്കും. കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചില്ലേ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനോട് പറഞ്ഞ് അവരെന്താ പറഞ്ഞത്? രാജാവേ, ഈ കാര്യത്തിൽ മറുപടി പറയുവാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ ദൈവം ആരാന്ന് ഞങ്ങൾക്കറിയാം. അവൻ വിടുവിക്കുന്നവനാണ്. ഈ തീച്ചൂളയിൽ ഞങ്ങളെ വിടുവിക്കുവാൻ അധികാരമുള്ളവനാണ്. തീയുടെ മേൽ, വെള്ളത്തിന്റെ മേൽ, പകുതിയുടെ മേൽ അധികാരമുള്ളവരാണ് ഞങ്ങളുടെ ദൈവം. പിന്നെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ നിന്റെ വിഗ്രഹത്തെ ആരാധിക്കത്തില്ല. സ്തോത്രം. രാജാവ് പിന്നെയും അവസരം കൊടുക്കുക. ഒരു പ്രാവശ്യം കൂടെ തമ്പുരു, കിന്നരം, വീണ മുതലായ വാദ്യമൃഗങ്ങളോടെ മ്യൂസിക് ഞാൻ വെക്കും. അന്നേരം വീട് നമസ്കരിച്ചോണം. എല്ലാവരെയും പോലെ നിങ്ങളായിക്കോണം. പിശാച് നമുക്ക് പല ഓപ്ഷൻ തരും, പല അവസരങ്ങൾ തരും. ലോകക്കാരെ പോലെ നീ അയക്കോ, ലോകക്കാരെ പോലെ നീ അയക്കോ എന്ന് പറഞ്ഞ് നമുക്ക് അവസരങ്ങൾ തരും. എന്നാൽ അവര് പറഞ്ഞ്, രാജാവേ, ഞങ്ങൾ അവരെ പോലല്ല. ഞങ്ങൾ വേറൊരു ജാതിയാണ്. ഞങ്ങൾ വിശുദ്ധന്മാരാണ്. നിന്റെ ഈ ആരാധന കൊണ്ടോ നിന്റെ ഈ ഭക്ഷണം കൊണ്ടോ ഞങ്ങളെ തന്നെ ഞങ്ങൾ അശുദ്ധരാകത്തില്ല. ഇന്ന് പകൽക്കാലം എനിക്ക് ഈ വചനത്തിലൂടെ ഓർപ്പിക്കുവാനുള്ളത്, നാം ദൈവത്തിന്റെ പ്രത്യേക ജനമാണ്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നാം ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നാം ദൈവത്തിനു വേണ്ടി ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കേണ്ടവരാണ്. തളർന്നു പോകുവാൻ ഇടയാകരുത്, മടുത്തു പോകുവാൻ ഇടയാകരുത്. അത് പിശാചിന്റെ തന്ത്രമാണ്. സ്തോത്രം. മനുഷ്യപുത്രൻ വരുമ്പോൾ ലോകത്തിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞാൽ, ലോകത്തിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ളതല്ല എന്റെ വിഷയം. ലോകത്തിൽ കാണുന്ന പല കാര്യങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു, മറുപടിയില്ല. പല വിഷയങ്ങളും ലോകത്തിൽ ഇങ്ങനെ നടക്കുന്നു. അതുകൊണ്ട് ഇനിയും പ്രാർത്ഥനയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ദൈവമക്കൾ വിശ്വാസം ഉപേക്ഷിച്ചു കളയുമോ എന്നാ അതിന്റെ അർത്ഥം. സ്തോത്രം. ഇതാണ് പിശാചിന്റെ തന്ത്രം. എന്നാൽ നമ്മൾ പറയുക, കർത്താവേ, എനിക്കൊരു കഴിവില്ല, എന്തുവാ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ സ്വഭാവത്തിന് വ്യത്യാസം വന്ന് പ്രാർത്ഥിക്കുവാനും വിശുദ്ധിക്കായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദിസ് ഈസ് മൈ റൈറ്റ് ടൈം. ഇതാ എന്റെ സമയം. ഞാൻ ഇതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നീ ഒന്ന് വിശുദ്ധനാകുവാൻ, നീ ഒന്ന് സമർപ്പിക്കുവാൻ, നീ ഒന്ന് പ്രാർത്ഥിക്കുന്നവനാകുവാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിന്നെ ഒന്ന് വ്യത്യാസപ്പെടുത്തുവാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇനിയും ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന്റെ നമ്മെ കുറിച്ചുള്ള ഉദ്ദേശം എന്താ? നമ്മെ യേശുവിനെ പോലെ ആക്കാനുള്ളതാണ്. ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ സാഹചര്യങ്ങളെയും മുമ്പിൽ ഓർത്തുകൊള്ളണം, എന്നെ യേശുവിനെ പോലെ ആക്കുവാൻ ദൈവം ഒരുക്കുന്ന ഓരോരോ മുഖാന്തരങ്ങളാണ് എന്ന് പറഞ്ഞ് നാം ധൈര്യമായിരിക്കണം. മടുത്തു പോകരുത്. താമസിച്ചാൽ നമ്മുടെ ദൈവം പ്രവർത്തിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.